യുടെ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് മെയിൻ ടോപ്പിക്കുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് കമ്പനി റൂള്, ഒന്ന് ക്രൗൺ റൂള്. അതിൽ കമ്പനി റൂളായിരിക്കും ഈ ഒരു പാർട്ടിൽ, ക്രൗൺ റൂള് അടുത്തൊരു പാർട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ KS പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കും എല്ലാം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ അരച്ച് കലക്കി കുടിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് ഇത്. അതുപോലെ നമ്മളിവിടെ പഠിക്കുന്നത് എല്ലാം ഒരു സെൻറ്റൻസ് പോലും വിടാതെ എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. ഇനി മുതൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം PSC മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. PSC ചെയർമാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി വെറുതെ പോയി എന്ന് കാണാതെ പഠിച്ച് എഴുതുന്നവർക്കൊന്നും പറ്റത്തില്ല PSC എക്സാം. എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി മുതൽ എക്സാംസിന് കൂടുതലും ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ സെൻറ്റൻസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെൻറ്റൻസ് പോലും വിട്ടുകളയാനായിട്ടില്ല. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിലോട്ട് നേരെ പോവാം. അപ്പം ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഇതിൽ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുക. ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മളുടെ വീഡിയോസിൽ നോക്കിയാൽ പ്ലേലിസ്റ്റിൻ്റെ ആ ഒരു സെക്ഷനിലുണ്ടാവും. സോ അതിൽ ഓർഡറായിട്ട് ഓരോ ചാപ്റ്ററും കറക്റ്റായിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ഓർഡറിൽ പഠിച്ചു വരിക. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കറക്റ്റ് ആ ഒരു ബിഗിനിങ് ടു എൻഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു പാറ്റേണിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒരു കഥ പോലെ പഠിക്കാം. ഓക്കെ, അതായത് കഥ ആരംഭിക്കുന്നത് ഇവിടെയാണ്. 1600 ആയപ്പോഴത്തേക്കും നമ്മളുടെ ക്യൂൻ എലിസബത്ത് I എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രമാണം, അല്ലെങ്കിൽ ഒരു രേഖ, ആ ഒരു രീതിക്ക് ഒരു പെർമിഷൻ കൊടുക്കുന്നു. എന്ത് പെർമിഷനാണ് കൊടുക്കുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് എന്ത് ചെയ്തോളൂ? ട്രേഡിംഗ് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു പെർമിഷൻ ആര് കൊടുക്കുന്നു? നമ്മളുടെ ക്യൂൻ എലിസബത്ത് ഫസ്റ്റ്. ഓക്കെ, അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ആരാണ് ഈ പ്രശ്നത്തിൻ്റെ ആ ഒരു തുടക്കമൊന്നും ഇപ്പം മനസ്സിലായല്ലോ. ആരാണ്? ക്യൂൻ എലിസബത്ത് ആണ്. അങ്ങനെ ക്യൂൻ എലിസബത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആ ഒരു പെർമിഷൻ കൊടുത്തപ്പോഴത്തേക്കും 1608 ആയപ്പോഴത്തേക്കും നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തി. എന്താരംഭിച്ചു? ട്രേഡ് ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 1600 ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ 1608 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ വരുന്നു? ഇന്ത്യയിലേക്ക് വന്ന് ട്രേഡിംഗ് ആരംഭിക്കുന്നു. അങ്ങനെ 1765 വരെ അവർ ട്രേഡിംഗ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഇവിടെ വന്ന് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1765 ആയപ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് ദിവാനി ലഭിക്കാൻ തുടങ്ങി. എന്താണ് ദിവാനി? അവർക്ക് ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയും ഒക്കെ റവന്യൂവിലും സിവിൽ ജസ്റ്റിസിലും ഒക്കെ ഉള്ള അധികാരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു സമയത്താണ് അവരെന്ത് മാറുന്നു? അവർ ആ ട്രേഡേഴ്സിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും നേരെ എന്തിലോട്ട് മാറുന്നു? ഒരു ടെറിട്ടോറിയൽ പവർ, ആ ഒരു പ്രാദേശിക സ്ഥലത്തെ പവറായിട്ട് മാറുന്നു. ഓക്കെ, അതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. In 1765, the company, which till now had purely trading functions, obtained the Diwani of Bengal, Bihar and Orissa. This started its career as a territorial power. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രാദേശിക ഭരണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ അവർ ഒരുപാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഒരുപാട് അവരുടേതായ കാര്യങ്ങളൊക്കെ, കുറേ റെഗുലേഷൻസും ആക്റ്റുകളും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സമയം എത്തിയപ്പോഴത്തേക്കും, അതായത് 1857 ആയപ്പോഴത്തേക്കും എന്ത് നടക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ഓക്കെ, അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെയാണ് സിപ്പോയ് മ്യൂട്ടണി, കണ്ടില്ലേ? അതിനെയാണ് ശിപ്പായി ലഹള എന്ന് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. ഈ 1857 വിപ്ലവത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 1848 നടന്ന ദത്തവകാശ നിരോധന നിയമം ഉണ്ടായിരുന്നു. അതുപോലെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 56 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 56 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ്
നിയമം, പിന്നെ 1850 റിലീജിയസ് ഡിസബിലിറ്റി നിയമം, പിന്നെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത്, മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മത പരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, അങ്ങനെ കാർഷിക മേഖലയിൽ അസംതൃപ്തി, തദ്ദേശീയ ജനത, മത ജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് 1857 എന്ത് നടക്കുന്നു? ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ ഒരു എൻഫീൽഡ് P53 എന്ന് പറയുന്ന ഒരു തരം തോക്കും തിരകളും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ അത് ഇന്ത്യൻ സൈനികർ എന്ത് ചെയ്തു? എതിർക്കാനുള്ള കാരണം ഇതായിരുന്നു. ആ ഒരു തോക്കിനകത്ത് തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നികളുടെയൊക്കെ കൊഴുപ്പ് പുരട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്ത പ്രചരിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ സൈനികർ ആ ഒരു തോക്കിനെ എതിർക്കാനുള്ള കാരണം. പക്ഷെ എന്ത് ചെയ്തു? സൈന്യം അത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അത് നിർബന്ധപൂർവം അവരോട് ഉപയോഗിക്കാനായിട്ട് 1857 ജനുവരിയിൽ എന്ത് വരുന്നു? ആ ഒരു ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെയാണ് 1857 മെയ് 10 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് കൂടുതലും ഉത്തർപ്രദേശിലെ മീററ്റ് ഭാഗത്തായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഏതായിരുന്നു? ഉത്തർപ്രദേശായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ശിപ്പായി ലഹള, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് മരിക്കുകയും അതൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോഴത്തേക്കും തൊട്ടടുത്ത വർഷം 1858, ആ 57 ഈ കലാപങ്ങളെല്ലാം കഴിഞ്ഞു. 58 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഇതുവരെ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അല്ലേ? ട്രേഡിങ്ങിന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. എന്നാൽ ഇനി മുതൽ ആര് ഭരിക്കാനായിട്ട് വരുന്നു? നമ്മുടെ ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് കിരീടാധികാരികൾ ഡയറക്റ്റ് നമ്മളുടെ ആ ഒരു ഇന്ത്യയിൽ മേൽ എന്ത് വരുന്നു? ആ ഒരു ഭരണത്തിനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഭരിക്കാനുള്ളതായിട്ട് ഡയറക്റ്റിങ് വന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ വന്ന ബ്രിട്ടീഷ് ക്രൗൺ ആണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നിടം വരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോഴത്തേക്കും എന്ത് വരുന്നു? അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നുള്ള ഒരാവശ്യം വരുന്നു. അങ്ങനെ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുകയും 1950 ജനുവരി 26 ആയപ്പോഴത്തേക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ ഇവിടെ ഒരു ബ്രിട്ടീഷ് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ, ബ്രിട്ടീഷ് റൂൾ ഇവിടെ ഭരിച്ചിരുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചു തുടങ്ങുന്നിടം മുതൽ, അതായത് 1765 ശേഷം അവർ ടെറിട്ടോറിയൽ പവർ ആയെന്ന് പറഞ്ഞു. അങ്ങനെ 1773 മുതൽ അവർ ഓരോ ആക്ടുകൾ പാസ്സാക്കുകയും അവർ ഭരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ബാക്കി നമ്മൾ മറ്റേ ക്രൗൺ റൂളിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ആ ബ്രിട്ടീഷ് ക്രൗൺ വന്നിടം തൊട്ടുള്ള ആക്റ്റുകളെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അതായത് ആ ഒരു സെക്ഷനിൽ പഠിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സായി പോകണ്ട, ജസ്റ്റ് ഇത് നല്ലതുപോലെ തറവായിട്ട് പഠിക്കാം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഒരു 100 മാർക്കിൻ്റെ അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. സോ ടെസ്റ്റ് പേപ്പറും കൂടെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചതിൻ്റെ ആ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ആ ഒരു മാർക്ക് ടെസ്റ്റ് പേപ്പറിൽ ഒരു 50 ഒരു 30 ആ ഒരു റേഞ്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് അതൊന്ന് ആ ഒരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ചാപ്റ്ററിലോട്ട് പോവുക. ചുമ്മാതെ ഓരോ ചാപ്റ്ററും വായിച്ച് പഠിച്ചു പോയെന്നും പറഞ്ഞ് നമുക്ക് അവസാനം ഒന്നും ഡയറക്റ്റ് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. സോ എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്ററും നല്ലതുപോലെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ആ ടെസ്റ്റ് പേപ്പർ ചെയ്തതിന് ശേഷം അത് പഠിച്ചെന്ന് ആ ഒരു ബോധ്യമുണ്ടായതിന് ശേഷം മാത്രം അടുത്ത ചാപ്റ്ററിലോട്ട് പോവുക. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത് കമ്പനി റൂളാണ്. കമ്പനി റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും എവിടം തൊട്ട് എവിടം വരെയുള്ള 1773 മുതൽ 1858 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയ ഒരുപാട് റൂളുകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ ചില റൂളുകൾ മാത്രമേ നമുക്ക് ഈ ഒരു PSCയുടെ റാങ്ക് ഫയലിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുമാത്രമല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സെക്ഷനും ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാ സെക്ഷനും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പഠിക്കാൻ ഒരു ഈസി ആകുന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു കമ്പനി റൂളിനകത്ത് നമുക്ക് ഒരു
ഒരു ഒരു 10 വർഷങ്ങൾ അടുപ്പിച്ച് പഠിക്കാനുണ്ട്. ചിലവർ ഇതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പഠിച്ചു പോകും. സോ നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ എല്ലാ പോയിൻറ്റ്സും എല്ലാ വർഷവും നല്ല രീതിക്ക് പഠിച്ച് കറക്റ്റായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പനി റൂൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ അത്രയും വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടിട്ട് അത് പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ വർഷങ്ങൾ? ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 1773 നടന്ന ഒരു സംഭവമാണ്. അതിനെയാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1773 ഇത് മറക്കത്തില്ലല്ലോ. 1773 ആണ് റെഗുലേറ്റിംഗ് ആക്ട്. അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു വർഷം 1781. ഓക്കെ, 73 നിന്ന് 83 പോയില്ല, 2 വർഷം കുറച്ചു. എത്രയാണ്? 81. ഓക്കെ, അതിനെയാണ് അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. ഓക്കെ, അമെൻഡിങ് ആക്ട്. ആദ്യം റെഗുലേറ്റിംഗ് ആക്ട്, രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് അമെൻഡിങ് ആക്ട് ഓഫ് 1781. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് 1784. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, അമെൻഡിങ് ആക്ട് ഓഫ് 1781, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ട് 1786. ഓക്കെ, അതിനെ ജസ്റ്റ് ഒരു ആക്ട് ഓഫ് 1786, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നമ്മൾ വായിച്ചു പോവും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആക്റ്റാണ് 1793. ഓക്കെ, അതിനെയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്ന് പറയുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വർഷമാണ് ഇനി എന്താണ് താഴോട്ട് പറയുന്ന എല്ലാം ഒരു അവസാനം 3 അവസാനിക്കുന്ന വർഷങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇനി 1813. 93 കഴിഞ്ഞാൽ 3 ഇല്ല, അതിന് പകരം എന്താണ്? 13 അല്ലേ? 1813. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചാർട്ടർ ആക്ട് തന്നെയാണ് ഓഫ് 1813. അടുത്ത 13 കഴിഞ്ഞാൽ 23 ഇല്ല, പകരം എന്താണ്? 33. 1833. 1833 ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ന് പറയുന്നത്. ഓക്കെ, അതും ചാർട്ടർ ആക്ട് ആണ്. അടുത്ത 33 കഴിഞ്ഞാൽ 43 ഇല്ല, പകരം എന്താണ്? 53. 1853. അതിനെയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ആക്ടുകളാണ് ഈ ഒരു സെക്ഷനിൽ, അതായത് കമ്പനി റൂള് പാസ്സാക്കിയ കുറച്ച് ആക്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 1773 ആക്ടിൻ്റെ പേരെന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. രണ്ടാമത് പഠിക്കുന്ന ഏതാണ്? അമെൻഡിങ് ആക്ട് ഓഫ് 1781. അടുത്ത പഠിക്കുന്ന ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. അടുത്ത് എന്താണ്? ആക്ട് ഓഫ് 1786. അടുത്ത ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1813, ചാർട്ടർ ആക്ട് ഓഫ് 1830, ഇവിടെ 1833 ആൻഡ് ദ ചാർട്ടർ ആക്ട്. ഇത് ഇത്ര എന്താണ്? ഈ 3 വരുന്ന എല്ലാം എന്താണ്? ചാർട്ടർ ആക്ട് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 3 വരുന്ന എല്ലാം എന്താണ്? ചാർട്ടർ ആക്ട് ആണ്. 1793, 1813, 1833, 1853. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ഇനി നമ്മളത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളത് പഠിച്ചു തീരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പഠിക്കാൻ ഇച്ചിരി പാടായിട്ട് തോന്നുന്ന ഈ വർഷങ്ങളുടെ പേരും അതുപോലെ ആ ഫീച്ചേഴ്സുമാണ്. സോ നമ്മൾ ഓരോന്നും സെക്ഷനായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും. ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ആക്ട് ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഈ ആക്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷനും പറയാം, അതുപോലെ മുമ്പ് ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പറയാം. ഓക്കെ, എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണ നിയന്ത്രണത്തിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It was the first step taken by the British government to control and regulate the affairs of East India Company in India.
ഓക്കെ, ആ ഒരു നിയമത്തിനെയാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമായിരുന്നു ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട്. ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമായിരുന്നു ഏത്? റെഗുലേഷൻ ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓരോ ആക്ടുകൾ പറയുമ്പം റെഗുലേഷൻ ആക്ട് അങ്ങനെ പറഞ്ഞു പോവാതെ ആ ഒരു ഏത് വർഷം, ഇപ്പം ഏത് വർഷത്തിന് അല്ലെങ്കിൽ ഏത് കാര്യം പഠിക്കുമ്പോഴാണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ഈവൻ അതിൻ്റെ ആൻസർ ആ ഒരു വർഷമായിരിക്കണം എന്നുള്ള രീതിക്കല്ല, ആ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആ ഒരു ഇമ്പോർട്ടൻറ്റ് ആ ഒരു മെയിൻ ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ആ വർഷങ്ങളും ആ ഒരു രീതിക്ക് പറഞ്ഞു പോവുക. ഇപ്പോൾ സപ്പോസ് എന്താണ് വിമോചന സമരം 1959 എന്താ, അപ്പം ആ ഒരു പേരിനോടൊപ്പം തന്നെ അത് പഠിക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, വിമോചന സമരം നടന്ന എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിമോചന സമരം 1959 എന്ന് ആ ഒരു പേരിൽ പഠിച്ചതുകൊണ്ട് എന്താ, അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം 1936, കുണ്ടറ വിളംബരം 1809, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ എന്താ, ആ പേരിനോടൊപ്പം തന്നെ ആ ഒരു വർഷവും പഠിച്ചു പോകുന്നു. ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു ബുക്കിൽ നമ്മൾ പഠിക്കുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അങ്ങനെ തന്നെ പറയാം, റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ്സ് അത് ചോദിക്കാൻ ഇങ്ങനെ റെഗുലേറ്റിംഗ് ആക്ട് 1773 ആൻസർ വരാൻ ചോദ്യമുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽ 2 പറഞ്ഞു. അതുപോലെ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെക്കഗ്നൈസ് ദ ഫസ്റ്റ് ടൈം ദ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. ആ കമ്പനി ഇത്രയും നാൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ജസ്റ്റ് ട്രേഡിംഗ് ആയിരുന്നു അല്ലേ. പക്ഷേ ആദ്യമായിട്ട് എന്താ ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിലോട്ട് വരുന്ന ആ ഒരു ആക്റ്റായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, നമുക്കൊരു 5 ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിനകത്ത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിലുണ്ടായ ഒരു 5 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഇറ്റ് ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, ഇതുവരെ എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പം ഇത് ഏത് ആക്ട് പ്രകാരമാണ് മാറിയതെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. അതുപോലെ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ ആ ഒരു കീഴിലായിട്ട് അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും രൂപപ്പെടുത്തി. ഓക്കെ, അപ്പം ആ ഒരു ജനറൽ ഇതുവരെ എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ചോദ്യം വരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ആരാണ്? ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഗവർണർ ഓഫ് ബംഗാൾ അല്ല, നമ്മൾ ഗവർണർ ജനറൽ തൊട്ടാണ് തുടങ്ങുന്നത്. ഇനി ഗവർണർ ജനറൽ അത് ഗവർണർ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പഠിക്കാനായിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസിലുണ്ട്. സോ ഇത് ഇപ്പം തന്നെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം ആദ്യത്തെ ഫീച്ചർ എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വരുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, 2ാമത്തെ പോയിന്റ്, ഇതുവരെ നമ്മുടെ ഒരു ബംഗാൾ ബോംബെ പ്രസിഡൻസി ഉണ്ടായിരുന്നു. ഗവർണേഴ്സ് ഓഫ് ബോംബെ ഉണ്ടായിരുന്നു, ഗവർണേഴ്സ് ഓഫ് മദ്രാസ് ഉണ്ടായിരുന്നു, അതുപോലെ ഗവർണേഴ്സ് ഓഫ് ബംഗാൾ ഉണ്ടായിരുന്നു. അത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തരും അവരവരുടേതായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു റൂള് പ്രകാരം അവരെന്ത് പറയുന്നു? ഇനി മുതൽ ഗവർണർ ഓഫ് ബംഗാൾ എന്നോ അല്ലെങ്കിൽ ഗവർണർ ഓഫ് ബോംബെ എന്നോ ഗവർണർ ഓഫ് മദ്രാസ് എന്നോ ഡിഫറൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യുക? ഈ ഗവർണർ ഓഫ് ബംഗാളിൻ്റെ സബോർഡിനേറ്റ് ആവുക. ആരൊക്കെ? ഗവർണർ ഓഫ് ബോംബേസും ഗവർണേഴ്സ് ഓഫ് മദ്രാസ് പ്രസിഡൻസീസും എല്ലാം ആരുടെ സബോർഡിനേറ്റിലോട്ട് വരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ സബോർഡിനേറ്റ് ആവുന്നു. അതായിരുന്നു 2ാമത്തത്. ഇനി തൊട്ട് അവർ ഡിഫറൻ്റ് ആയിട്ട് ഭരിക്കേണ്ട അവരെന്തായാലും വരിക? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ സബോർഡിനേറ്റ് ആകുക എന്ന് പറയുന്നു. ഓക്കെ,
അതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഓക്കെ, ആദ്യത്തെ ഫീച്ചർ എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി. അതുപോലെ ഈ പല പല ഗവർണേഴ്സ്, ബോംബെയുടെ ഗവർണേഴ്സ്, മദ്രാസിൻ്റെ ഗവർണേഴ്സ് എല്ലാം കൂടെ ആരുടെ സബോർഡിനേറ്റ് ആവുന്നു? ഗവർണർ ജനറലിൻ്റെ സബോർഡിനേറ്റ് ആവുന്നു. മൂന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസിന് തിരിച്ച് മറിച്ചു വിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എന്താണ്? ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. 1774 കഴിഞ്ഞൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ? ഒരു ചീഫ് ജസ്റ്റിസും മറ്റു 3 ജഡ്ജിമാരുമായി കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? 1774. അതുപോലെ ഒരു സുപ്രീം കോടതി വേണം എന്നുള്ള ആവശ്യം വന്ന ആ ഒരു സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് ഏതാണ്? 1773 ആണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് വന്നതിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെയാണ് എന്ത് നടന്നത്? സുപ്രീം കോർട്ട് സ്ഥാപിതമായതെന്ന് ഓർക്കുക. അതുപോലെ അപ്പോൾ സുപ്രീം കോർട്ട് സ്ഥാപിതമായപ്പം ഒരു ചീഫ് ജസ്റ്റിസ്, നമ്മുടെ ഒരു ചീഫ് ജസ്റ്റിസ് ഇതാണ്. ഓക്കെ, ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു. ബാക്കി എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു? 3 ജഡ്ജിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം ഒരു ചീഫ് ജസ്റ്റിസും ഒരു 3 എന്തായിരുന്നു ജഡ്ജിമാരും ആ ഒരു ആദ്യത്തെ സുപ്രീം കോടതിയിൽ, കൽക്കട്ടയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മളടുത്ത് കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്, അതായത് ഈ വ്യക്തി ആരാണ്? കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് സർ എലിജ ഇംബെ ആണ്. ഒരു പേര് തന്നെയാണ് കേട്ടോ, എലിജ ഇംബെ, മാറിപ്പോകരുത്. ഇത് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനേഷനിലായിരുന്നു. ആ കുറേ കാലം മുമ്പ് പഠിച്ചപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചിരുന്നത്. ആ ഒരു പേര് ഇപ്പോഴും മറക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നതും ആ ഒരു നമ്മൾ ഇമാജിൻ ചെയ്ത് ജസ്റ്റ് ഈ ഒരു പേര് വായിച്ചു പോയായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവും. പക്ഷേ നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആദ്യമായിട്ടൊരു സുപ്രീം കോർട്ട് വന്നപ്പോഴത്തേക്ക്, കൽക്കട്ടയിൽ 1774 ആദ്യമായിട്ടൊരു സുപ്രീം കോർട്ട് വന്നപ്പോഴത്തേക്ക് അത് കാണാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ കഥവ് തുറന്നു നോക്കുമ്പോൾ അവിടെ മൊത്തവും എലി ഓടി നടക്കുന്നു. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇത്രയും കാലവും ഉണ്ട്, ഇനിയും ഉണ്ടാവും. സോ ആ ഒരു പേര്, ആ സുപ്രീം കോടതി, അപ്പോഴത്തേക്ക് എന്ത് പറയുന്നു? അവിടുത്തെ നിന്ന ആൾ പറയുന്നു, ഇവിടുത്തെ ജഡ്ജിന്, അതായത് ചീഫ് ജസ്റ്റിസിന് എലിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര എലികൾ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് എലിജ ഇംബെയാണ്, സർ എലിജ ഇംബെയാണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളെ വാറൻ ഹേസ്റ്റിങ്സിനെ മറക്കരുത്. വാറൻ ഹേസ്റ്റിങ്സ് ആരായിരുന്നു? ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ഓഫ് ബംഗാൾ. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, അപ്പോൾ നമ്മളെ സുപ്രീം കോർട്ട് വന്നത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത 4ാമത്തെ പോയിന്റിലോട്ട് പോവുകയാണ്. ഇറ്റ് പ്രൊഹിബിറ്റഡ് ദ സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് പ്രസൻസ് ഓർ ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്. ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തികളും എന്ത് ചെയ്യാൻ പാടില്ല? അവിടെയുള്ള ആൾക്കാരിൽ നിന്ന് ഗിഫ്റ്റുകൾ വാങ്ങുകയോ അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ട്രേഡ് നടത്താൻ പാടുള്ളതോ അല്ല എന്നുള്ള നിയമവും വരുന്നു. ഓക്കെ, ഇതൊക്കെ ഏത് നിയമത്തിലാണ് ഏതിലാണ് വന്നതെന്നൊക്കെ ചോദിക്കും. സോ ഇത് കറക്റ്റ് ഒരു ഓർഡറായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇങ്ങനെ ഒരു റൂള് വന്നപ്പോഴത്തേക്കും, റെഗുലേറ്റിംഗ് ആക്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലോട്ടുള്ള ആ ഒരു അധികാരം കുറച്ചും കൂടി, ആ ഒരു കൺട്രോൾ കുറച്ചും കൂടി വർദ്ധിക്കുകയും ആ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന വാക്ക് എവിടെ കേട്ടാലും നിങ്ങൾ ഉദ്ദേശിക്കുക ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഗവേണിംഗ് ബോഡീസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ആ ഒരു റെഗുലേഷൻ, ആ ഒരു കൺട്രോൾ കിട്ടിയപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ ഒരു ഗവേണിംഗ് ബോഡിയോട് പറയുന്നു, ഇന്ത്യയിലുള്ള എല്ലാ മിലിറ്ററി അഫയേഴ്സിൻ്റെയും റവന്യൂവിൻ്റെയും സിവിൽ കാര്യങ്ങളുടെ എല്ലാ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ചില പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ റാങ്ക് ഫയലൊക്കെ വായിച്ചാലും നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് എന്ത് വേണം? നമുക്ക് എല്ലാ പോയിൻറ്റ്സും വേണം. ഏത് ക്വസ്റ്റ്യൻ, ഒരു മാർക്ക് പോലും നമുക്ക് കളയാനായിട്ടില്ല അല്ലേ. സോ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മളെ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പഠിക്കാനായിട്ടുള്ളത്.
ഓക്കെ, ഇത് ഇത്രയും നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രം നമ്മളുടെ അടുത്ത അമെൻഡിങ് ആക്ട് ഓഫ് 1781 പോകാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളത് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ഓക്കെ, അമെൻഡിങ് ആക്ട് ഓഫ് 1781. ഓക്കെ, അമെൻഡിങ്, ഈ ഒരു അമെൻഡിങ് എന്നുള്ള ആക്ട് ഈ ഒരു പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ചാർട്ടർ ആക്ട് പല പല വർഷങ്ങളിൽ ഉണ്ട്. സോ അമെൻഡിങ് ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞാൽ അടുത്ത ആക്ട് ഏതാണ്? അമെൻഡിങ് ആക്ട് ആണ്. എന്താണ് അമെൻഡിങ് ആക്ട് എന്ന് പറയുന്നത്? ഈ ഒരു റെഗുലേറ്റിംഗ് ആക്റ്റിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. ആ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ മറ്റൊരു ആക്ട് ആയിരുന്നു എന്ത്? അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ PSC റാങ്ക് ഫയലിലൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇതൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന പോയിൻറ്റ്സുകളാണ്. ജസ്റ്റ് അവർ റാങ്ക് ഫയലിലൊക്കെ കൂടുതലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ അതിനകത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മളെന്താണ് ഒരു കാര്യവും ഒഴിവാക്കുന്നില്ല, എല്ലാം പഠിച്ചു പോകുന്നുണ്ട്. സോ അതിനകത്ത് ഇല്ല എന്ന് വെച്ച് പഠിക്കാതെ പോവരുത്. ഇതെല്ലാം നമുക്ക് ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അമെൻഡിങ് ആക്ട് എന്തായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിരുന്നു ഏത്? 1781 അമെൻഡിങ് ആക്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഏത് ആക്റ്റാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നറിയപ്പെടുന്നത്? ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഏതാണ്? ഈ അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു പോർഷൻസിൽ നിന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, it exempted the Governor General and the Council from the jurisdiction of Supreme Court for the acts done by them in the official capacity. സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ആരെ ഒഴിവാക്കുന്നു? ഗവർണർ ജനറൽമാരെയും അയാളുടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നല്ലോ, ആ കൗൺസിലിനെയും അതുപോലെ തന്നെ സെർവൻസ്, ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാരെയും എല്ലാം ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ? സുപ്രീം കോർട്ട് വന്നു, സുപ്രീം കോർട്ടിൻ്റെ കാര്യങ്ങളിൽ ആരൊക്കെ അമിതമായി ഇടപെടുന്നു? ഗവർണർ ജനറൽമാരും കൗൺസിലർമാരും ഒക്കെ അധികമായി ഇടപെടുമ്പോഴത്തേക്കും അവിടെ ഓരോ ക്ലാഷ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് അടുത്തൊരു നിയമം വരുന്നത്. ഈ ഒരു നിയമം കൂടുതലും ഈ സുപ്രീം കോർട്ടിൽ ആയിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പോയിന്റിലാണ്, റെഗുലേറ്റിംഗ് ആക്ടിലെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ അപാകതകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരുത്ത്, ഒരു പരിഹാരം എന്നുള്ള രീതിക്ക്, അതാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിക്ക് അടുത്ത കുറച്ച് ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്? സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഗവർണർ ജനറൽമാരെയും കൗൺസിലർമാരെയും സർവൻസിനെയും ഒഴിവാക്കുന്നു. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് എക്സ്ക്ലൂഡഡ് ദ റവന്യൂ മാറ്റേഴ്സ് ആൻഡ് ദ മാറ്റേഴ്സ് അറൈസിംഗ് ഇൻ ദ കളക്ഷൻ ഓഫ് റവന്യൂ ഫ്രം ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ നിന്നും എന്തിനെയൊക്കെ ഒഴിവാക്കുന്നു? അതായത് കണക്കുകൾ കളക്ഷനും അതുപോലെ റവന്യൂ കളക്ഷനും അതുപോലെ റവന്യൂ മാറ്റേഴ്സ് എല്ലാം അവരിൽ നിന്ന് മാറ്റുന്നു. കാരണം എന്താണ്? അതിൽ കൂടുതൽ കൺട്രോൾ ഗവർണർ ജനറൽമാർക്ക് കിട്ടിയാലല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തരുടെ മേലിലും ടാക്സ് ഒക്കെ പിരിക്കുന്നത് കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ഇനി അടുത്ത് ഓരോ ആക്റ്റുകൾ നോക്കും. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യമേ സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ നിന്നും ബാക്കിയുള്ളവരെല്ലാം മാറ്റി, അതിനുശേഷം സുപ്രീം കോർട്ടിൻ്റെ അധികാരത്തിലുണ്ടായിരുന്ന റവന്യൂ മാറ്റേഴ്സിനെ എല്ലാം അതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നു. മൂന്നാമത് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ സുപ്രീം കോർട്ട് വാസ് ടു ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ഓൾ ഇൻഹാബിറ്റൻസ് ഓഫ് കൽക്കട്ട. കൽക്കട്ടയിലുള്ള എല്ലാ നിവാസികളുടെ മേലിലും അധികാരം ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ് എന്ന് പറയുന്നു ഈ ഒരു നിയമത്തിനകത്ത്. അതുപോലെ ഓരോരുത്തരെയും അവരുടെ ആ ഒരു നിയമം അനുസരിച്ച്, ഇപ്പോൾ ഹിന്ദുസിൻ്റെ പ്രതികളാണെങ്കിൽ ഹിന്ദുസിൻ്റെ അവർക്കുള്ള ശിക്ഷാ നടപടി എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുസിൻ്റെ ലോ അനുസരിച്ചായിരിക്കണം. അതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ മുഹമ്മദൻ ലോ അനുസരിച്ചായിരിക്കണം എന്നുള്ള ആ ഒരു റൂളും കൂടെ ഈ ഒരു ആക്റ്റിനകത്ത് വരുന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുന്നത്, ഇറ്റ് ലേ ഡൗൺ ദ അപ്പീൽസ് ഫ്രം ദ പ്രൊവിഷണൽ കോർട്സ് കുഡ് ബി ടേക്കൺ ടു ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ ആൻഡ് നോട്ട് ടു ദ സുപ്രീം കോർട്ട്. അതായത് പ്രൊവിൻഷ്യൽ കോർട്ടിൽ നിന്ന്, അതായത് നമ്മളിപ്പോഴത്തെ ചെറിയ ചെറിയ കോർട്ടുകളില്ലേ, ആ കോർട്ടുകളിൽ നിന്ന് വരുന്നയൊക്കെ അപ്പീലുകൾ ആര് സ്വീകരിക്കണം? ഗവർണർ ജനറൽമാർ, അതുപോലെ കൗൺസിലുള്ള ഗവർണർ ജനറലാണ് സ്വീകരിക്കേണ്ടത്. ഡയറക്റ്റ് സുപ്രീം കോർട്ടിലോട്ട് കൊടുക്കരുത്.
അപ്പോൾ അത്രയും സുപ്രീം കോടതിയിൽ അത്രയും പ്രശ്നങ്ങൾ വന്നതും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു ഇത് പറഞ്ഞത്. എന്ത് ചെയ്യണം? അപ്പീലുകൾ ആര് നോക്കണം? ഗവർണർ ജനറൽ നോക്കണം. അപ്പം ഈ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഈ ഒരു അപ്പീലുകൾ ഗവർണർ ജനറൽ നോക്കണം എന്നുള്ള ആ ഒരു ഇത് റൂള് വന്നപ്പോഴത്തേക്കും അതെന്ത് ചെയ്തു? ഈ ഗവർണർ ജനറൽമാർക്കിടെ ആ ഒരു പവറിനെ എംപവർ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഒരു പവർ കൂട്ടി. അവർക്കപ്പം ഈ പ്രൊവിഷണൽ കോർട്ടുകളിലോട്ടും കൗൺസിലോട്ടും ഒക്കെ എന്താണ് ഓരോ റെഗുലേഷൻസ് ടു ഫ്രെയിം റെഗുലേഷൻസ് ഓരോ കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണുള്ളത്. കൂടുതലും എന്തായിരുന്നു അമെൻഡിങ് ആക്ട് എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്താണ് സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പോയിന്റിലുണ്ടായ അപാകതകൾ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അധികാര പരിധിയിൽ നിന്ന് മറ്റവരെ മാറ്റി അതിനുശേഷം റവന്യൂവിനെ ഈ ഒരു പരിധിയിൽ നിന്ന് മാറ്റി അപ്പീലുകളെല്ലാം എന്താണ് ഗവർണർ ജനറൽ നോക്കണം. ഗവർണർ ജനറൽ കൗൺസിൽ ഫ്രെയിം അവർക്ക് എന്താണ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള അധികാരം ഗവർണർ ജനറൽമാർക്ക് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അമെൻഡിങ് ആക്റ്റിൽ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ റെഗുലേറ്റിംഗ് ആക്റ്റും പഠിച്ചു, അമെൻഡിങ് ആക്റ്റും പഠിച്ചു. ഓക്കെ, അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഓക്കെ, വർഷവും ഓർത്ത് വെച്ചിരിക്കുക. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. ഓക്കെ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാലും അതും എന്താണ് ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഓരോ സെൻറ്റൻസുകളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? അവരുടെ ട്രേഡിങ് അതായത് കൊമേഴ്ഷ്യൽ പർപ്പസ് നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഭരണവും നടത്തിക്കൊണ്ടിരുന്നു അല്ലേ? പൊളിറ്റിക്കൽ ഫങ്ഷൻസ് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ആക്ട് വന്നതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു? രണ്ടാക്കുന്നു. അതായത് കൊമേഴ്ഷ്യൽ ആ ഒരു കൊമേഴ്ഷ്യൽ ഫങ്ഷൻസിനെയും അതുപോലെ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? തരം തിരിക്കുന്നു അല്ലേ? ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. എന്നിട്ട് ഇറ്റ് അലൗഡ് ദ കോർട്ട് ഓഫ് ഡയറക്ടർ. നമ്മൾ പറഞ്ഞു ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കമ്പനിയുടെ ഗവേണിംഗ് ബോഡീസിനെയാണ് അല്ലേ? അപ്പം ആ ഒരു ഗവേണിംഗ് ബോഡീസ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഇനി കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ പോകുന്നത് ആരാണ്? നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഗവേണിംഗ് ബോഡീസ് അല്ലെങ്കിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്ത് കാര്യങ്ങൾ? ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൊമേഴ്ഷ്യൽ അഫയേഴ്സ് എല്ലാം. അതുപോലെ ഇനി അപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആരാണ് ഇനി നോക്കാൻ പോകുന്നത്? അവിടെയാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ആരാണ്? പുതിയതായിട്ട് ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരാണ് ഇനി തൊട്ട് എന്ത് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ അഫയേഴ്സ്, പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കൊമേഴ്ഷ്യലും പൊളിറ്റിക്കൽ ഫങ്ഷൻസ് കമ്പനീനെ രണ്ടാക്കുന്നു. അതിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ആരെ ഏൽപ്പിക്കുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുന്നു. അടുത്ത ഒരു ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നു. ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഒരു ഡബിൾ ഗവൺമെൻറ്. അപ്പം ഡബിൾ ഗവൺമെൻറ് വരാൻ കാരണമായ ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണെന്ന് ഓർക്കുക. ഓക്കെ, ദസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ഗവൺമെൻറ് വരാൻ കാരണമായ ആക്ട് ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. ഓക്കെ, ഇനി ഈ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ വന്നല്ലോ. ഈ ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്തു? അവിടെ നടക്കുന്ന, അതായത് ബ്രിട്ടീഷിൻ്റെ കൈവശമുള്ള ആ ഒരു ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് റവന്യൂ, മിലിറ്ററി, ഗവൺമെൻറ്, അതുപോലെ സിവിൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒരു ഡയറക്റ്റായിട്ടുള്ള കൺട്രോൾ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡയറക്റ്റ് കൺട്രോൾ ആർക്ക് ലഭിക്കുന്നു? ഈ ഒരു ബോർഡ് ഓഫ് കൺട്രോളിന് ഈ ഒരു നിയമപ്രകാരം ലഭിക്കുന്നു. അങ്ങനെ ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ടിന് 2 സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ആ 2 സിഗ്നിഫിക്കൻസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇങ്ങനെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദ കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വെർ ഫോർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ദ ബ്രിട്ടീഷ് പൊസഷൻസ്. ബ്രിട്ടീഷ് പൊസഷൻസ്
ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് ആദ്യമായിട്ട് വിളിച്ചത്, പൊസഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, കൈവശം അല്ലേ. അപ്പം ബ്രിട്ടീഷിൻ്റെ കൈവശം ഇരിക്കുന്ന ഇന്ത്യ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് ഏത് ഇത് പ്രകാരമാണ്, നമ്മളുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓക്കെ, ദ കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വെയർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഇന്ത്യയിലുള്ള കമ്പനിയുടെ ടെറിട്ടറീസ് എന്തറിയപ്പെടുന്നു, ഇനി ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത്, എന്താണ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ ഒരു കമ്പനിയുടെ മേൽ, ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലിൽ ഫുൾ പവർ ലഭിക്കുകയും വാസ് ഗിവൺ ദ സുപ്രീം കൺട്രോൾ ഓവർ ദ കമ്പനി അഫയേഴ്സ്, കമ്പനിയുടെ കാര്യങ്ങളിൽ ഫുൾ കൺട്രോൾ കിട്ടുകയും അതുപോലെ അങ്ങനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയെ ഭരിക്കാനായിട്ടുള്ള ആ ഒരു അവകാശം ആർക്ക് ലഭിക്കുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പറയുന്നത്. വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ, ആ പേരുകൾ പഠിച്ച്, നമ്മൾ ആദ്യമേ പേരുകൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പഠിക്കാൻ ഈസി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കിയിട്ട് കേട്ട് നോക്കിയാൽ അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലാവും. ഇനി ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു 1786 ഒരു ആക്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ആക്ട് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ 1756 ലോർഡ് കോൺവാലിസിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുന്നു. ഓക്കെ, 1786 ആദ്യത്തെ ആരായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു അല്ലേ. അപ്പം രണ്ടാമത് ആര് വരുന്നു, 1786 ലോർഡ് കോൺവാലിസ് വരുന്നു. ലോർഡ് കോൺവാലിസിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുമ്പോഴത്തേക്കും അയാൾ 2 ഡിമാൻഡ് വെച്ചു. ഈ ഒരു പോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ലോർഡ് കോൺവാലിസ് എന്ത് ചെയ്തു, അയാൾക്ക് 2 ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഹീ ഷുഡ് ബി ഗിവൺ പവർ ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് ഹിസ് കൗൺസിൽ ഇൻ സ്പെഷ്യൽ കേസസ്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കേസസ് വരുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കൗൺസിലുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ടല്ലോ, ആ ഒരു ഡിസിഷൻസ് എടുക്കാനുള്ള പൂർണ്ണ അവകാശം ആർക്കാണ്, അയാൾക്ക് തന്നെ വേണമെന്ന് പറയുന്നു. ഓക്കെ, അത് ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് പറയുന്നത്, ഹീ വുഡ് ഓൾസോ ബി ദ കമാൻഡർ ഇൻ ചീഫ്. അയാൾക്ക് എന്താവണം, കമാൻഡർ ഇൻ ചീഫും ആകണം, ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആവണം. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അതിനുശേഷം അങ്ങേര് കയറുന്നുണ്ട്, അത് നമ്മൾ അടുത്ത ആക്ടിൽ പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ആക്ട് ഓഫ് 1786 എന്ന് പറയുന്നത് ലോർഡ് കോൺവാലിസിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 കണ്ടീഷൻസ് പറയുന്നതാണ്. കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ആക്ടിനെയാണ് ആക്ട് ഓഫ് 1786 എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാർട്ടർ ആക്റ്റാണ്. ഒരു 4 ചാർട്ടർ ആക്റ്റും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ പറഞ്ഞായിരുന്നു ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് വർഷം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ആദ്യത്തെ വർഷം ഏതായിരുന്നു, 1793. 93 കഴിഞ്ഞാൽ 03 വിട്ടിട്ട് എത്രയാണ്, 1813. ഓക്കെ, 03 കഴിഞ്ഞാൽ പിന്നെ 13, 13 വിട്ട് 23, 13 കഴിഞ്ഞാൽ 23 വിട്ടിട്ട് 33, 33 വിട്ടാൽ 43 കഴിഞ്ഞിട്ട് 53. ഓക്കെ, അപ്പം ഇത്രയും വർഷവും കൂടെ, ഇത്രയും ചാർട്ടർ ആക്റ്റും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൊഡ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാർട്ടർ ആക്ടിലോട്ട് പോകാം. ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓക്കെ, ഇത് എന്താണ്, നമ്മളുടെ ആരെ വന്നു, ലോർഡ് കോൺവാലിസ് വന്നായിരുന്നു അല്ലേ. അയാളുടെ കണ്ടീഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലോർഡ് കോൺവാലിസിൻ്റെ ആ ഒരു പവർ എന്ത് ചെയ്തു, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് കൗൺസിലോട്ടും ഫ്യൂച്ചർ ഗവർണർ ജനറൽസ്, ഗവർണൻസ് ഓഫ് പ്രസിഡൻസീസ്, അവർക്കൊക്കെ ഉള്ള ആ ഒരു ലോർഡ് കോൺവാലിസിൻ്റെ പവർ എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഗവർണർ ജനറലിന് മറ്റുള്ള പ്രസിഡൻസീസിൽ, അതായത് നമ്മുടെ സബോർഡിനേറ്റ് പ്രസിഡൻസി ആയിക്കഴിഞ്ഞായിരുന്നല്ലോ, അവിടെ ഒന്ന് പറഞ്ഞായിരുന്നു, അതിനുശേഷം ആയിക്കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, ഈ ഒരു ചാർട്ടർ ആക്ടിനകത്തോട്ട് എന്താണ്, സബോർഡിനേറ്റ് പ്രസിഡൻസീസിനകത്തോട്ടുള്ള, അതായത് ബോംബെ, മദ്രാസ് പ്രസിഡൻസീസിലുള്ള ആ ഒരു കൺട്രോളും കൂടെ ആർക്ക് കൂടുന്നു, ഈ ഒരു ഗവർണർ ജനറലിന് കൂടുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന രീതിക്ക് ചോദിക്കുന്ന ഈ ഒരു പോയിൻ്റാണ്. അതായത് ഏത് ചാർട്ടർ ആക്ട് പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരമാണ് എന്താണ് ഇന്ത്യയിലെ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു കുത്തക അവകാശം
20 വർഷമായിട്ട് വീണ്ടും നീട്ടിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. എന്താണ്? ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ഫോർ അനദർ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തേക്ക് എന്ത് കൂട്ടുന്നു? അവരുടെ ആ ഒരു കുത്തക അവകാശം കൂട്ടി. ഇനി ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ കമാൻഡേഴ്സ് ഇൻ ചീഫ് വാസ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ ഗവർണർ. അപ്പം നമ്മൾ ഈ ഒരു ആൾ പറഞ്ഞായിരുന്നു, എന്താണ്? ലോർഡ് കോൺവാലിസ് പറഞ്ഞതിൻ്റെ ഡിമാൻഡിൽ പറഞ്ഞായിരുന്നു അയാൾക്ക് എന്താകണമെന്ന് പറഞ്ഞു? കമാൻഡർ ഇൻ ചീഫും ആകണം, ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആവണമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ ഒരു ആക്ട് പ്രകാരം അവർ പറഞ്ഞത് എന്താണ്? ഈ ഒരു കൗൺസിലിൽ, അതായത് ഗവർണർ ജനറലിൻ്റെ കൗൺസിലുള്ള മെമ്പേഴ്സിനൊന്നും തന്നെ എന്താണ്? കമാൻഡർ ഇൻ ചീഫ് ആകാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് കമാൻഡർ ഇൻ ചീഫ് വാസ് നോട്ട് ബി ഏബിൾ എ മെമ്പർ ഓഫ്. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ആ ഒരു കൗൺസിലുള്ള മെമ്പേഴ്സ് ആകാൻ പാടില്ല അൺലെസ് ഹി വാസ് അപ്പോയിൻറ്റഡ്. അതായത് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലാതെ ഇവർക്കൊന്നും എന്താ ആകാൻ പാടില്ല? ഈ ഒരു കൗൺസിലുള്ള മെമ്പേഴ്സിനൊന്നും ആരാവാൻ പാടില്ല? കമാൻഡർ ഇൻ ചീഫിൻ്റെ ആ ഒരു ഇതിലോട്ട് വരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത് ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1793 ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ലേ ഡൗൺ ദാറ്റ് ദ members of the board of control and their staff were henceforth to be paid out of the Indian revenue. അപ്പം ഈ ബോർഡ് ഓഫ് കൺട്രോളൊക്കെ നിലവിൽ വന്നല്ലോ, പിറ്റ്സിൻ്റെ ആക്റ്റിലാണല്ലോ നിലവിൽ വന്നത്. അപ്പം നിലവിൽ വന്നപ്പോഴത്തേക്കും എന്താണ്? അവർക്ക് ശമ്പളം കൊടുക്കണം. ആ ഒരു ബോർഡ് ഓഫ് കൺട്രോളിലും അവിടെ സ്റ്റാഫുകളും ഉണ്ട്. സോ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടെ നിന്ന് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞു? ഇന്ത്യയുടെ റവന്യൂവിൽ നിന്ന്. അത് വല്ലാത്ത പരിപാടിയായിപ്പോയി അല്ലേ. ഇന്ത്യയുടെ റവന്യൂവിൽ നിന്നും എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ ഒരു ബോർഡ് ഓഫ് കൺട്രോളിലുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യാം? അവർക്ക് ആ ഒരു ശമ്പളം അതിൽ നിന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞു. അതായിരുന്നു ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്ന് പറയുന്നത്. ഈ പോയിന്റും അതുപോലെ തന്നെ എന്താണ്? ഈ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ്? ഇറ്റ് അബോളിഷ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആ ഒരു കമ്പനിയുടെ കുത്തക അവകാശം ഉണ്ടായിരുന്നല്ലോ, അതിനെ അങ്ങ് അബോളിഷ് ചെയ്തു. അതായത് ഇനി തൊട്ട് ഇന്ത്യൻ ട്രേഡ്, അതായത് ഇന്ത്യയിൽ വന്ന് ഏത് ബ്രിട്ടീഷ് വ്യാപാരികൾക്കും ട്രേഡ് ഓപ്പൺ ആക്കി, അതായത് ഇന്ത്യ ഓപ്പൺ ആക്കി, ബ്രിട്ടീഷുകാർക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാം എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ വരെ എത്തിച്ചു. ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് അത് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം, അതിൽ ചൈനയുമായുള്ള തേയിലയും കറുപ്പ് വ്യാപാരവും ഒഴികെ ബാക്കിയുള്ളതെല്ലാം അവസാനിപ്പിക്കാനായി കാരണമായ നിയമമാണ് ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു കമ്പനിയുടെ അവകാശങ്ങളെല്ലാം തീർത്തല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ക്രൗൺ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള അധികാരം, ഈ കമ്പനിയുടെ കീഴിലെ ഈ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ആർക്ക് അധികാരം വരുന്നു? ഡയറക്റ്റ് മൊത്തത്തിലുള്ള അധികാരം ആർക്ക് വരുന്നു? ബ്രിട്ടീഷ് കിരീടം, ആ ഒരു ബ്രിട്ടീഷ് ക്രൗൺ, ആ ഒരു ഇതിന് ലഭിക്കുന്നു. അതിൻ്റെയും ഒരു ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? It allowed the Christian missionaries to come to India for the purpose of the enlightenment the people and it provided for the spread of Western education. അതായത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയ നിയമമായിരുന്നു ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ലോക്കൽ ഗവൺമെൻറ്റിനോട് പറയുന്നു എന്താ? ഓരോ പേഴ്സൺസിൽ നിന്നും ടാക്സുകൾ പിരിക്കാൻ. ഇനിയിപ്പോൾ അവർ ടാക്സുകൾ നൽകിയില്ലെങ്കിൽ അവരെ പണിഷ്മെൻറ്റ് ചെയ്യാനുമുള്ള ആ ഒരു പവർ ആർക്ക് കൊടുക്കുന്നു? ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കുന്ന ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ക്രിസ്ത്യൻ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ആണ് കേട്ടോ. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഈ ഒരു മേഖലയിലുള്ള നിവാസികളിലോട്ട് കൊണ്ടുവരാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ച ആ ഒരു ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1833. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റാൻ കാരണമായ നിയമമാണ് ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ന് പറയുന്നത്. ഇതുവരെ എന്തായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു അല്ലേ. ഇനി എന്താകുന്നു?
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആകുന്നു. ഓക്കെ, അതായത് ഒരു സെൻട്രലൈസ്ഡ് ഭരണം ആൻഡ് വെസ്റ്റഡ് ഇൻ ഓൾ എല്ലാ പവേഴ്സും ആർക്കാണ്? ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. ദസ് created for the first time government of India having authority over the entire territorial area. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ ഏരിയയിലും ആർക്ക് അധികാരം ലഭിക്കുന്നു? ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് അധികാരം ലഭിക്കുന്നത്. അപ്പം ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് വില്യം ബെൻഡിക് ആണ് അല്ലേ? ലോർഡ് വില്യം ബെൻഡിക് ആണ് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതല്ലോ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആകുന്ന ആരാണ്? ലോർഡ് വില്യം ബെൻഡിക് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഡിപ്രൈവ്ഡ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് of their legislative powers. The Governor General of India was given the exclusive. ഈ ബോംബെ ഗവർണൻസ് ആ ഒരു ഗവർണറിൽ നിന്നും മദ്രാസ് ഗവർണർ അങ്ങനെയൊന്നും ആ ഒരു ലെജിസ്ലേറ്റീവ് പവർ അവരിൽ നിന്നൊക്കെ ആ ഒരു ലെജിസ്ലേറ്റീവ് പവർ മാറ്റിയിട്ട് എന്താണ് മൊത്തത്തിലുള്ള അധികാരം ആർക്ക് ലഭിക്കുന്നു? ഇന്ത്യയുടെ ഗവർണർ ജനറൽ, അതായത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ലഭിക്കുന്നു. അങ്ങനെ ഇതുവരെ നടത്തിയിരുന്ന ദ ലോസ് മെയ്ഡ് അണ്ടർ ദ പ്രീവിയസ് ആക്ട്സ് വെയർ കോൾഡ് റെഗുലേഷൻ. ഇതുവരെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? റെഗുലേഷൻസ്. ആക്ടുകളെ നമുക്ക് റെഗുലേഷൻസ് എന്ന് പറയാം. എന്നാൽ ദ ലോസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്, ഈ ഒരു ആക്ടിൽ ഉണ്ടാകുന്ന ലോസിന് എന്തെന്ന് പറയുന്ന ആക്ടുകൾ എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പം എന്തായിരുന്നു? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. ഇതുവരെ കൊമേഴ്ഷ്യൽ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും നോക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഇനി മുതൽ അവർക്ക് അത് ചെയ്യാൻ വയ്യ. മൊത്തത്തിൽ പവർ ആർക്ക് കിട്ടി? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷ് ക്രൗണിന് ലഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിന് ലഭിച്ചപ്പോഴത്തേക്ക് ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വല്ല ആവശ്യമുണ്ടോ? ട്രേഡിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല, കാരണം അതിനെക്കാട്ടി വരുമാനം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? സോ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ആ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇനി മുതൽ അത് എന്താണ്? ഇനിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്യുവർലി അഡ്മിനിസ്ട്രേഷനിലോട്ട് ഭരണത്തിലോട്ട് മാറുന്നു. അത് ഏത് ആക്ടിലാണ്? ഈ ഒരു ചാർട്ടർ ആക്ട് 1833 പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി The Charter Act of 1833 attempt to introduce a system of open competition for the selection of civil servants. അപ്പം സിവിൽ സർവൻസിൻ്റെ ആ ഒരു സെലക്ഷൻ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വെക്കുന്നു. ഇനി ഇന്ത്യൻസിനും എന്ത് ചെയ്യാം? ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. അവരെ ഒന്നും അവിടെ നിന്ന് മാറ്റി നിർത്തത്തില്ല. ഈ ഓഫീസ് കാര്യങ്ങളിലും കമ്പനിയുടെ എംപ്ലോയ്മെൻറ്റിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇനി ഇന്ത്യൻ വംശജർക്കും എന്ത് ചെയ്യാം? അതിനകത്തൊക്കെ പങ്കെടുക്കാം എന്നുള്ള ആ ഒരു നിയമം വരുന്നതും ഈ ഒരു ചാർട്ടർ ആക്ട് 1833 ഓക്കെ, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് നിയമിതനായതാരാണ്? വില്യം ബെൻഡിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലിൽ നിക്ഷിപ്തമായ നിയമം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലിൽ നിക്ഷിപ്തമായ നിയമത്തിനെയാണ് ചാർട്ടർ ആക്ട് 1833 എന്ന് പറയുന്നത്. 1833 ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഒരു കച്ചവട സ്ഥാപനം എന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പദവി റദ്ദാക്കുകയും അതൊരു സമ്പൂർണ്ണ ഭരണ സംവിധാനമായിട്ട് മാറുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഓർത്തിരിക്കുക. ചാർട്ടർ ആക്ട് ഓഫ് 1853 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്റ്റാണ് ഈ 1853 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പം ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായിട്ട് വേർപെടുത്തി. ഗവർണർ ജനറലിന് എന്തുണ്ടായിരുന്നു? എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്നു, ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഇനി മുതൽ രണ്ടാക്കി അല്ലേ? പുതിയതായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ഈ ഒരു ചാർട്ടർ ആക്ട് 1853 പ്രകാരമാണ്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ഓക്കെ, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 6 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, 6 ന്യൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. എന്താണ്? ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിച്ച് കെയിം ടു ബി നോൺ ആസ് ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
എന്താണ് കൂടുതലും അതൊരു മിനി പാർലമെൻറ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അതേ കാര്യങ്ങൾ അതേ പ്രൊസീജിയേഴ്സ് വെച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു മിനി പാർലമെൻ്റ് ആയിരുന്നു ഏത്, ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, it introduced an open competition system for the selection of the and recruitment of the civil servants. അല്ലേ, അതായത് സിവിൽ സർവീസ് തസ്തികകളിലേക്ക് ഒരു മത്സര പരീക്ഷാ രീതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഈ ഒരു ആക്ട് പ്രകാരമാണ് നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി എന്താണ് 1850 ഈ ഒരു മെക്കാളെ കമ്മിറ്റി ഓർത്ത് വെച്ചിരിക്കുക, മെക്കാളെ കമ്മിറ്റി. ഓക്കെ, എന്താണ് മെക്കാളെ കമ്മിറ്റി? 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് എന്ത്, മെക്കാളെ കമ്മിറ്റി. അപ്പോൾ ചോദിക്കാം, മെക്കാളെ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? ഈ 1854 മെക്കാളെ കമ്മിറ്റി എന്ന് ഓർക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആക്ട്, അതായത് ചാർട്ടർ ആക്ട് 1853 നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം എന്താണ് 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ് 1854 ഏത് കമ്മിറ്റി അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്നത്, മെക്കാളെ കമ്മിറ്റി നിയമിക്കപ്പെടുന്നത്. മെക്കാളെ കമ്മിറ്റി എന്താണ്? ദ കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ഈ മെക്കാളെ കമ്മിറ്റിയാണ്. ഈ നിയമത്തിലൂടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആദ്യമായിട്ട് പ്രാദേശിക വ്യക്തികളുടെ പ്രാതിനിധ്യം നടപ്പിലാക്കി. ഈ ഒരു ഇതിലൂടെയാണ് എന്താണ് പ്രാദേശികമായിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് വരാമെന്ന് പറയുന്നു. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ദ 6 ന്യൂ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ ഗവർണർ ജനറൽ കൗൺസിൽ. അതിൽ 6 മെമ്പേഴ്സ് ഉണ്ട് ഗവർണർ ജനറലിൻ്റെ കൗൺസിലിനകത്ത്. അതിൽ 4 മെമ്പേഴ്സ് എവിടെ നിന്നാണ്? അപ്പോയിൻറ്റഡ് ബൈ ദ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഓഫ് മദ്രാസിലെ, ബോംബെയിലെ, ബംഗാളിലെ, ആഗ്രയിലെ ലോക്കൽ ഗവൺമെൻറ്റ്സിൽ നിന്നും അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം ഈ ഒരു ഗവർണർ ജനറൽ കൗൺസിലിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള നിയമം പാസ്സായത് ഈ അവസാനത്തെ ചാർട്ടർ ആക്റ്റായ 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഇത്രയും ആക്റ്റുകളാണ് ഈ ഒരു സെക്ഷൻ, അതായത് ദ കമ്പനി റൂളിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം എന്താണ് ഒരു ബ്രിട്ടീഷ് ഡയറക്റ്റ്ലി ആ ഒരു ഭരണം നടത്തുന്നിടം തൊട്ടുള്ളതാണ് അടുത്ത ക്രൗൺ റൂൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ഒരു സെക്ഷനായിട്ട് പഠിക്കും. ഇതെല്ലാം ഈ ഓരോരോ വീഡിയോസ് നിങ്ങൾ എന്താണ് പാർട്ടുകളൊന്നും മിസ്സാകാതെ, ചിലപ്പം ഒരു പാർട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസാണ് ചിലപ്പോൾ ആ ഒരു പോർഷനിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. സോ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് പ്ലേലിസ്റ്റിൽ ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പഠിച്ച് പോകുന്നതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് വീഡിയോസ് നമ്മളുടെ ചാനലിൽ നോക്കി പോകാതെ പ്ലേലിസ്റ്റ് എടുത്ത് കറക്റ്റായിട്ട് ഓരോ സെക്ഷൻ ഏത് സെക്ഷനാണോ നോക്കുന്നത് ആ സെക്ഷനിലെ വീഡിയോസ് എടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർഡറിലാണോ പഠിച്ചതെന്നും കൂടെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയതായിട്ട് കുറേ പേര് പഠിച്ചു തുടങ്ങുന്നുണ്ട് നമ്മളെ കൂടെ. അപ്പം അവരോടത്തൊക്കെ പറയാനുള്ളത് ജസ്റ്റ് എന്താണ് നമ്മൾ ആദ്യം തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. സോ നിങ്ങളും അവിടെ നിന്നേ പഠിച്ചു തുടങ്ങുക. കൂടുതൽ സ്പീഡൊന്നും വേണ്ട, നമ്മൾ പതുക്കെയാണ് പഠിച്ചു വരുന്നത്. നിങ്ങൾ പഠിച്ച് നമ്മളുടെ കൂടെ എത്തും. സോ ആ ഒരു രീതിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷനും കൂടെ, അതും കുറച്ചൊരു ലോസും കൂടെ ഉള്ളൂ. ആ ആക്ടുകളും കൂടെ പഠിച്ചു തീരുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, വളരെ ചെറിയ ചാപ്റ്ററാണ്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. താങ്ക് യു.